നിങ്ങളുടെ കുട്ടിയുടെ ഹൈപ്പർ ആക്ടിവിറ്റി കാരണം നിങ്ങളുടെ വീട്ടിലുള്ള ഫ്രിഡ്ജാണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ? സാധാരണ രീതിയിൽ കുട്ടികൾ വാശി പിടിക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സാധനമാണ് ഷുഗറി ആയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത്. ഇപ്പം പലപ്പോഴും നമ്മൾ വീഡിയോകളിൽ കണ്ടിട്ടുണ്ടാവും ഷുഗർ അടങ്ങിയ ഫുഡ് കുട്ടികൾക്ക് നല്ലതല്ല, കൊടുക്കുന്നതൊക്കെ മോശമാണെന്നുള്ളത്. പക്ഷേ ഇവിടെ ഷുഗർ മാത്രമല്ല വില്ലനായിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ഷുഗർ ഇരിക്കുന്നുണ്ട്, അതുപോലെ പ്രിസർവേറ്റീവ്സ് ഇരിക്കുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഇരിക്കുന്നുണ്ട്, കഫീൻ പോലുള്ള സ്റ്റിമുലൻസ് ഇരിക്കുന്നുണ്ട്. സ്റ്റഡീസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചില കുട്ടികളിൽ ഇത്തരം കണ്ടൻസ് വരുന്ന സമയത്ത് അവർക്ക് റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവുന്നുണ്ട്, സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ട്, അതേപോലെ തന്നെ ബിഹേവിയർ ഇഷ്യൂസസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ബിഹേവിയർ ചേഞ്ചസും ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ഇവിടെ നമ്മുടെ പാരൻസ് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ ഡ്രിങ്ക്സും കുട്ടികൾക്ക് ദാശമനിയല്ല. നമ്മൾ ഫ്രണ്ടിലെ ലേബിൾ മാത്രം നോക്കിയാണ് പലപ്പോഴും കുട്ടികൾക്ക് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ ബാക്കിലൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് എന്നുള്ളതും ആ ഓരോ ഇൻഗ്രീഡിയൻറ്റും കുട്ടികൾക്ക് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളതും നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മളിപ്പം ഹൈപ്പർ ആക്ടിവിറ്റി എന്നുള്ളൊരു സാധനം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരം സംഗതികൾ യൂസ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ഇതല്ലാതെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ടേക്ക് കെയർ.